എല്ലാവരും ഇപ്പോൾ ഗട്ട് മൈക്രോബയോമിലാണല്ലോ പിടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അശാസ്ത്രീയ ചികിത്സ നടത്തുന്ന സകല ടീംസും പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഗട്ട് ബാക്ടീരിയ. എന്താണ് അവർക്ക് ഇത്ര അതിനോടുള്ള സ്നേഹം എന്നുള്ളത് എനിക്ക് വലിയ പിടിയില്ല. പക്ഷേ ഇവർ തള്ളിവിടുന്ന ഒരു സാധനമാണ് ഈ ബാഡ് ബാക്ടീരിയ. അതൊരു ഓവർ സിംപ്ലിഫിക്കേഷനാണ്. ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടർ പറയുന്നതായിട്ട് കോള ഡയറ്റ് കോക്ക് നല്ലതാണെന്ന്. യെസ്, അത് പറഞ്ഞത് ഡോക്ടർ സിറിയക് ആബി ഫിലിപ്സാണ്. അത് കോക്ക് നല്ലതാണ്, കുടിച്ചോളൂ എന്നല്ല പറഞ്ഞത്. അത് ടേക്ക് ഇറ്റ് ഓർ ട്രാഷ് ഇറ്റ് എന്ന് പറഞ്ഞ ഒരു TV ചാനൽ നടത്തിയ ഒരു പ്രോഗ്രാമിനിടയിൽ നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ, ഇഫ് യു ആർ പ്ലാനിങ് ടു റിഡ്യൂസ് യുവർ വെയ്റ്റ്, ഡയറ്റ് കോക്ക് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ എന്നാണ് പറഞ്ഞത്. ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പറക്കിയിട്ടിരിക്കും പോലെ അല്ല. അതിനകത്ത് ദേ ജനറേറ്റ് ഗ്യാസസ്. അവർ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കുറേ ഭാഗം കഴിക്കുന്നുണ്ട്, നമ്മൾ കുറേ ബാക്ടീരിയ കഴിക്കുന്നുണ്ട്, പ്രോബയോട്ടിക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന യോഗട്ടിനകത്തായാലും അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഏത് ഫുഡ്, ടോഫുവിനകത്താണെങ്കിലും. സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു വീഡിയോ ഇന്നൊന്ന് റിയാക്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴെന്ന് നിങ്ങൾക്ക് എന്നെ ഓർമ്മ കാണും. ഈ ഗ്രേ ഹെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനാണ്. വെളുത്ത മുടി നാച്ചുറലായിട്ട് തന്നെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറുത്ത് വരും, പിന്നെ ഒരിക്കലും മുടി വെളുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇദ്ദേഹം തന്നെ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ ആ ചെയ്ത വീഡിയോയ്ക്ക് ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. റിയാക്ട് ചെയ്യേണ്ട വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ജസ്റ്റ് ഇപ്പൊ ക്ലബ് സോഡ, മറ്റേ സോഡ എടുത്ത് അടിക്കരുത്. ക്ലബ് സോഡ കഴിച്ചിട്ട് നിങ്ങൾക്ക് റിലീഫ് വരുന്നുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ സാധനമാണ് നിങ്ങളുടെ പ്രശ്നം. മറ്റേ ഈ ബാഡ് ആയിട്ടുള്ള ബാക്ടീരിയ. ഈ ക്ലബ് സോഡയിലൊക്കെയുള്ള കാർബോണിക് ആസിഡ് ഉണ്ട്, ഈ ഡയറ്ററി കോക്കിലുള്ള കാർബോണിക് ആസിഡ് ഉണ്ട്. ഈ ഡയറ്ററി കോക്കിലൊക്കെയുള്ള കാർബോണിക് ആസിഡ് ഇവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് കാർബൺ ഡൈ ഓക്സൈഡിൽ നിൽക്കാൻ പറ്റില്ല. ഇവർ ഓക്സിജനെ റെസിസ്റ്റ് ചെയ്യും. ഓക്സിജൻ എത്ര വന്നാലും ഇവർ സർവൈവ് ചെയ്യും. അങ്ങനെയുള്ള ബാക്ടീരിയാസ് ഉണ്ട്. പത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയസിനാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞ് നാളെ തൊട്ട് ക്ലബ് സോഡ പൊട്ടിച്ചടിക്കൂ. ഡയറ്ററി കഴിഞ്ഞ ദിവസം ഒരു വളരെ പ്രമുഖനായ ഡോക്ടർ പറയുന്നുണ്ടായിരുന്നു ഡയറ്റ് കോക്ക് കുടിക്കാൻ പറയുന്നത്. അതെന്റെ എന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ ഡയറ്ററി കോക്കിൽ ഈ ഒരു ആക്ഷൻ ഉണ്ട്. കാരണം ഡയറ്ററി കോക്കിനകത്തുള്ള കാർബോണിക് ആസിഡ് അഥവാ കാർബൺ ഡൈ ഓക്സൈഡ് ബാഡ് ബാക്ടീരിയ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അവർ കാർബൺ ഡൈ ഓക്സൈഡിൽ പെട്ടെന്ന് നശിച്ചു. അപ്പൊ നല്ലതാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഡയറ്ററി കോക്കോ അല്ലെങ്കിൽ ക്ലബ് സോഡയോ, ക്ലബ് സോഡ എന്ന് പറയാൻ കാരണം കുറച്ചുകൂടി നല്ല ക്വാളിറ്റിയുള്ള സോഡയായിട്ട് പറഞ്ഞത്. അപ്പൊ ഇവര് ഇന്ന് പറഞ്ഞ് നാളെ ഇത് കഴിച്ചു ബാക്ടീരിയ കൊന്നു കളയും. രാവിലെ എടുത്ത് കോക്ക് കഴിക്കാനല്ല പറയുന്നത്. ബേസിക്കലി ഇത് കഴിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭയങ്കരമായിട്ട് വരുന്ന ബ്ലോട്ടിങ്സും ബെൽച്ചിങ്സും ആണെങ്കിൽ ഈ ക്ലബ് സോഡയോ അല്ലെങ്കിൽ ഡയറ്ററി കോക്കോ ഉപയോഗിക്കുമ്പോൾ ഇത് ശമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഗട്ടിൽ ബാക്ടീരിയാസ് ബാഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൽ സർവൈവ് ചെയ്യാൻ പറ്റാത്ത ഓക്സിജനിൽ സർവൈവ് ചെയ്യുന്ന ബാഡ് ബാക്ടീരിയാസ് ഉണ്ടെന്നാണ്. ഓക്കെ, ഇത് കൺസൾട്ടേഷന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു സ്ലൈഡാണ്. നിങ്ങളിപ്പോൾ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി കാണും. ഇതാണ് സംഭവം. അപ്പോൾ ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ ശരിയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആക്ച്വലി ആദ്യം നോക്കേണ്ടത്. ആരാണ് ഇവരൊക്കെ? ഇദ്ദേഹത്തിൻ്റെ പേര് ഒരു ഡോക്ടർ സുജിത് SR എന്നുള്ളതാണ് പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാമിനകത്ത് പറയുന്നത്. അതിനകത്ത് എഴുതിയിട്ടുള്ള ഇത് ശ്രദ്ധിക്കുക: ഫങ്ഷണൽ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ്, സീനിയർ മെഡിക്കൽ ഓഫീസ്, വെയറൂട്ട്സ് ബയോഹാക്ക് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടാണ്. ബ്രെയിൻ ഹെൽത്ത്, ആൻറ്റി ഏജിങ്, നാച്ചുറോപ്പതി, ഇതൊക്കെയാണ് പുള്ളിയുടെ മേഖല. അപ്പോൾ നാച്ചുറോപ്പത്താണ് ബേസിക്കലി എന്നുള്ളതാണ്. ഈ ഫങ്ഷണൽ മെഡിസിൻ്റെ കാര്യം ഇതിനു മുമ്പ് മനോജ് ജോൺസനും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര പുതിയ ഫോം ഓഫ് മെഡിസിനാണ് എന്നൊക്കെ. ഫങ്ഷണൽ മെഡിസിൻ എന്നൊക്കെ പേര് കേൾക്കുമ്പോൾ നമുക്കും തോന്നും ശരിയായിരിക്കും, ഇതൊരു ഭയങ്കര പുതിയൊരു ന്യൂ ബ്രാഞ്ച് ഓഫ് മോഡേൺ സയൻസ് തന്നെയായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ അതിനാണ് ഞാൻ ഇതെടുത്തിട്ടത്. ഫങ്ഷണൽ മെഡിസിൻ FM എന്നൊക്കെ പറയുന്നത് ഇസ് എ ഫോം ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ദാറ്റ് എൻകംപസസ് മെനി അൺപ്രൂവൻ ആൻഡ് ഡിസ്പ്രൂവൻ മെത്തേഡ്സ് ആൻഡ് ട്രീറ്റ്മെൻറ്റ്. തെളിവില്ലാത്ത, ഇതുവരെ തെളിയിക്കപ്പെടാത്ത, അൺപ്രൂവൻ ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഈ ഫങ്ഷണൽ മെഡിസിൻ എന്നുള്ളത്. അപ്പോൾ MBBS കഴിഞ്ഞിട്ട് ഫങ്ഷണൽ മെഡിസിൻ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു ലേഡിയുടെ വീഡിയോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അവർ MBBS ഉണ്ടോ എന്നല്ല നോക്കേണ്ടത്, അവർ പ്രാക്ടീസ് ചെയ്യുന്നത് ഫങ്ഷണൽ മെഡിസിൻ ആണെന്നുണ്ടെങ്കിൽ ദ പ്രാക്ടീസിങ് സ്യൂഡോ സയൻസ്. ഇനി ഇറ്റ് ഈസ് എ റീബ്രാൻഡിങ് ഓഫ് കോംപ്ലിമെൻ്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ. അപ്പോൾ ഈ പഴയ ഒരു പഴഞ്ചാണ്ടി പേര് ഹോളിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടല്ലോ, ആ ഹോളിസ്റ്റിക് ഒക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം പുതിയൊരു റീബ്രാൻഡ് ചെയ്ത് ഇറക്കിയിട്ടുള്ള ഒരു സാധനമാണ്. ആൻഡ് ആസ് സച്ച് ഇസ് സ്യൂഡോ സയൻറ്റിഫിക് ആൻഡ് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ ഫോം ഓഫ് ക്വാക്കറി. ഇത് വേറൊരു തട്ടിപ്പായിട്ടാണ് പൊതുവേ പറയുന്നത്. അപ്പോൾ ഈ സാധനം ഞാൻ അവിടെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫങ്ഷണൽ മെഡിസിനെ പറ്റി ഗൂഗിൾ ചെയ്ത് നോക്കാം. ബട്ട് അതിനകത്ത് എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ്സ് എ ഫോം ഓഫ് സ്യൂഡോ സയൻസ്, ഇറ്റ്സ് എ ഫോം ഓഫ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടീഷണറാണ് ഈ ഡോക്ടർ സുജിത് SR എന്നുള്ളത്. ഡസ് ഡ്രിങ്കിങ് ക്ലബ് സോഡ ഡിസ്ട്രോയ് ദ ബാഡ് ബാക്ടീരിയ ഇൻ യുവർ ഗട്ട്? അതാണ് ചോദ്യം. ബാഡ് ബാക്ടീരിയ എന്ന് പറയുന്ന മോശപ്പെട്ട ബാക്ടീരിയയെ നശിപ്പിക്കാനായിട്ട് ക്ലബ് സോഡ കുടിച്ചാൽ മതിയോ? ഇല്ല.
അല്ലെങ്കിൽ അത് ബാഡ് ബാക്ടീരിയ നശിപ്പിക്കില്ല എന്നുള്ളതാണ് ഉത്തരം. ക്ലബ് സോഡ ഡസ് നോട്ട് മീനിങ്ഫുള്ളി കിൽ ബാഡ് ബാക്ടീരിയ ഇൻ യുവർ ഗട്ട്. വയറ്റിലുള്ള മോശപ്പെട്ട ബാക്ടീരിയയെ കൊല്ലുന്ന പരിപാടി ക്ലബ് സോഡ ചെയ്യില്ല. ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ ദ ഫാക്ട്സ്. The idea that acid or CO2 kills germs is oversimplistic and taken out of context. അതായത് ഇദ്ദേഹം തന്നെ പറയുന്നതാണ്, ഇതിനകത്ത് കാർബോണിക് ആസിഡ് ഉണ്ട്. ശരിയാണ്, കാർബോണിക് ആസിഡ് ഉണ്ട്. അതുപോലെ വയറ്റിൽ ചെല്ലുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് റിലീസാവും. പക്ഷേ അതുകൊണ്ട് അതൊരു ആൻറ്റി മൈക്രോബിയലായിട്ട് വർക്ക് ചെയ്യണു എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രശ്നം. കൺട്രോൾഡ് ആയിട്ടുള്ള സിറ്റുവേഷനകത്ത് ലാബ് കണ്ടീഷൻസിൽ വളരെ കംപ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സമയത്ത് ബാക്ടീരിയയെ കൊല്ലാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ ആസ് സച്ച് CO2 റിലീസ് ചെയ്ത് ഇപ്പോൾ സോഡയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡ് കൊണ്ട് ഒരു ബാക്ടീരിയയും ചാവില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഈ ബാഡ് ബാക്ടീരിയ ഗുഡ് ബാക്ടീരിയ എന്ന് പറഞ്ഞ് കൊടി പിടിച്ച് നിൽക്കുന്ന അങ്ങനെ 2 ടൈപ്പ് ബാക്ടീരിയ അല്ല ഉള്ളത്. അത് നമുക്ക് എന്താണെന്നുള്ളത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇനി മനസ്സിലാക്കുക, ഈ കാർബോണിക് ആസിഡ് ആണോ? യെസ്, കാർബൺ ഡൈ ഓക്സൈഡ് അലിഞ്ഞ് വരുന്ന വെള്ളത്തിനകത്ത് കുറച്ച് അസിഡിക് ആയിരിക്കും. ഒരു 3 മുതൽ 4 വരെയൊക്കെ pH വരുന്ന രീതിയിലുള്ള ആസിഡ് ആയാലും വളരെ വീക്കായിട്ടുള്ള ഒരു ആസിഡാണ് ഈ കാർബോണിക് ആസിഡ് എന്ന് പറയുന്നത്. ബാക്കി നോക്കാം. ഇനി സാധാരണ സോഡയൊന്നും എടുത്ത് കുടിച്ചേക്കരുത്, ക്ലബ് സോഡ തന്നെ കുടിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ സോഡ എന്നുള്ളത് ഇപ്പം നിങ്ങൾ വിദേശത്തൊക്കെ ജീവിച്ചവരാണെങ്കിൽ അറിയായിരിക്കും. സോഡ സിംപ്ലി മീൻസ് എയറേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡ്രിങ്കുകളെയും അവർ സോഡ എന്ന് തന്നെയാണ് പറയാറ്. ഇപ്പോൾ പെപ്സി, ഡയറ്റ് കോക്ക് അതുപോലെയുള്ള സാധനങ്ങളൊക്കെ വരുന്ന എല്ലാത്തിനെയും അവർ സോഡ എന്നാണ് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം ഉദ്ദേശിച്ച ക്ലബ് സോഡ എന്ന് ഉദ്ദേശിക്കുന്നത് കാർബണേറ്റഡ് ആയിട്ടുള്ള വെള്ളം അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അലിയിപ്പിച്ച വെള്ളം. അതിനകത്ത് സാധാരണഗതിയിൽ കുറച്ച് സോഡിയം ബൈകാർബണേറ്റ് പോലെയുള്ള സാധനങ്ങളൊക്കെ ആ ഒരു സോൾട്ടി ഫ്ലേവർ കിട്ടാനായിട്ട്, കാർബൺ ഡൈ ഓക്സൈഡും സോൾട്ടും കൂടെ വരുമ്പോഴുള്ള ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരു പ്ലെയിൻ ഡ്രിങ്കിൻ്റെ കൂടെ അല്ലെങ്കിൽ ഡ്രിങ്കിൻ്റെ കൂടെ മിക്സ് ചെയ്യാനൊക്കെയാണ് പലരും ക്ലബ് സോഡ ഉപയോഗിക്കാറ്. കാലറീസ് ഒന്നുമില്ല, ഷുഗർ ഒന്നുമില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ ഗുണങ്ങളുണ്ട് എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്യുവർ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രേഷനാണ്, വെള്ളം ചെല്ലുക. അതിന് വേണ്ടിയിട്ട് ഇറക്കുന്ന ഒരു സാധനമാണ് ഈ ക്ലബ് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പുള്ളി ഉദ്ദേശിച്ചത് വേറെ ഏതെങ്കിലും ബ്രാൻഡ് സോഡയാണ്, അതിനെ അപേക്ഷിച്ചാണോ എന്നുള്ളത് അറിഞ്ഞില്ല. എന്തായാലും സോഡ എന്നുള്ള കാര്യം മാത്രം നമുക്ക് നോക്കാം. എന്താണ് ക്ലെയിം? പുള്ളി ബാക്ടീരിയസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയസ് അല്ല, ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ തന്നെ പ്ലൂറലാണ്. ബാക്ടീരിയയുടെ സിംഗുലർ ബാക്ടീരിയം ആണ്. സ്കൂളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണിത്. ഓക്കെ, ക്ലെയിം എന്താണ്? ബാഡ് ബാക്ടീരിയ കനോട്ട് വിത്ത്സ്റ്റാൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഡ എന്നുള്ളത്. സോഡയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഈ ബാക്ടീരിയയ്ക്ക് അങ്ങോട്ട് പറ്റില്ല എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം. കേൾക്കുമ്പോൾ ഭയങ്കര കൺവിൻസിങ് ആയിട്ട് തോന്നും. ശരിയാണല്ലോ, ലാബിലുള്ള ടെസ്റ്റിനകത്തൊക്കെ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് ബാക്ടീരിയ ഇൻഹിബിറ്റ് ചെയ്യുന്ന, ബാക്ടീരിയൽ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്നതായിട്ടൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ചിലപ്പം ഇത് ശരിയായിരിക്കില്ലേ, ഇത് സയൻറ്റിഫിക് ആയിരിക്കില്ലേ? ശരിക്കും അത് അങ്ങനെയൊക്കെ തോന്നിയാലും അത് സത്യമല്ല എന്നുള്ളതാണ്. ഇൻ ലാബ്സ് ഓർ ഇൻഡസ്ട്രിയൽ സെറ്റിങ്സ് വെരി ഹൈ കാർബൺ ഡൈ ഓക്സൈഡ് ലെവൽസ് അണ്ടർ പ്രഷർ ക്യാൻ ഇൻഹിബിറ്റ് മൈക്രോബ്സ്. വളരെയധികം പ്രഷറിൽ. The CO2 in club soda is low pressure and quickly released in your stomach. നമ്മളെപ്പോഴെങ്കിലും സോഡ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, വയറ്റിൽ ചെന്നാൽ ഉടനെ അപ്പോൾ തന്നെ അതിൻ്റെ ഗ്യാസ് അങ്ങ് പോകുന്നതാണ്. ഇനി ഗ്ലാസ്സിൽ ഒഴിച്ച് വയ്ക്കുമ്പോൾ തന്നെ, നമ്മളൊരു കണ്ടെയ്നറിൽ നിന്ന് അപ്പുറത്തോട്ട് ഒഴിക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള ഗ്യാസ് എല്ലാം ബബിൾ ചെയ്ത് പോവുകയും അവസാനം വെള്ളം മാത്രമായി ആവുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കംപ്ലീറ്റ് പോകുന്നതായിട്ട് കാണാൻ പറ്റും. പലപ്പോഴും കടയിലൊക്കെ ഇത് പൊട്ടിക്കുമ്പോൾ തന്നെ ആ വളരെ പ്രഷർ ആയിട്ടുള്ള സോഡയാണെങ്കിൽ നമ്മൾ ആരും എടുക്കില്ല, അവർ തന്നെ മാറ്റി വെച്ചിട്ട് വേറെ പുതിയ കുറച്ചുകൂടെ പ്രഷറുള്ള സോഡ എടുക്കുന്നതാണ്. ഇറ്റ് ഈസ് മോസ്റ്റ്ലി ബർബ്ഡ് ഔട്ട് ഓർ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് ആൻഡ് എക്സൈൽഡ്. നമ്മൾ കുടിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡുള്ള വെള്ളം അല്ലെങ്കിൽ സോഡ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്നുകിൽ കുറച്ചൊക്കെ അബ്സോർബ് ചെയ്ത് ബ്ലഡിനകത്തോട്ട് അബ്സോർബ് ചെയ്യും, എന്നിട്ട് അതെന്ത് ചെയ്യും? എക്സൈൽ ചെയ്യും. ശ്വാസം പുറത്തേക്ക് വിടുന്നതിൻ്റെ കൂട്ടത്തിൽ അതിനെ അങ്ങ് പോകും. ഇല്ലെന്നുണ്ടെങ്കിൽ ബർപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഏമ്പക്കം വന്ന് അത് പുറത്തു പോകും. ഇത് 2 രീതിയിൽ അത് അപ്പോഴേ പുറത്തോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ദ ഡോസ് ആൻഡ് എക്സ്പോഷർ ടൈം ആർ നോ വെയർ നിയർ ആൻറ്റി മൈക്രോബൽ ലെവൽസ്. ഡോസും അതുപോലെ തന്നെ അതിൻ്റെ അവിടുത്തെ എക്സ്പോഷർ ടൈം എന്ന് പറഞ്ഞാൽ ഒരു ആൻറ്റി മൈക്രോബിയലായിട്ടൊന്നും ആവാനുള്ള അത്രയും സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടെ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. യുവർ ഗട്ട് ഹാൻഡിൽസ് ഫാർ ഹാർഷർ കണ്ടീഷൻസ് യെറ്റ് ബാക്ടീരിയ സ്റ്റിൽ ത്രൈവ്. നമ്മുടെ വയറെന്ന് പറഞ്ഞാണ്ടല്ലോ, പ്രത്യേകിച്ച് ആ സ്റ്റൊമക്ക് ആസിഡ് എന്നൊക്കെ പറഞ്ഞാൽ pH 1, 2 ഫാർ സ്ട്രോങ്ങർ ദാൻ കാർബോണിക് ആസിഡ് ഇൻ സോഡ. നമ്മുടെ സോഡയ്ക്കകത്തുള്ള കാർബോണിക് ആസിഡിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ സ്റ്റൊമക്കിനകത്തുള്ളത്. അവിടെ അതുപോലും ഒരു പ്രശ്നമല്ലാത്ത ആളുകളാണ് ഈ പറഞ്ഞ ബാക്ടീരിയ. വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈൽ സോൾട്ട്സ് വയറ്റിനകത്തുണ്ട്. ഈ ബൈൽ സോൾട്ട്സ് എന്ന് പറഞ്ഞാൽ കെമിക്കലി വളരെ അഗ്രസീവായിട്ടുള്ള സാധനമാണ്. ഇത് സർവൈവ് ചെയ്യുന്ന ആളുകളാണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കഴിക്കുന്ന സാധനങ്ങളെയൊക്കെ ദഹിപ്പിക്കാനുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ്, വലിയ ബയോമോളിക്യൂൾസിനെ ചെറുതാക്കി പൊട്ടിക്കുന്ന എൻസൈംസ് ഒക്കെ വയറ്റിനകത്തുണ്ട്. അതും ബാക്ടീരിയയ്ക്ക് ഒരു പ്രശ്നമല്ല. ബാക്ടീരിയ സർവൈവ് ആൻഡ് കോളിനൈസ് യുവർ ഇൻറ്റസ്റ്റൈൻസ്
ദേ ആർ അഡാപ്റ്റഡ് ടു ദിസ് കൈൻഡ് ഓഫ് എൻവയോൺമെൻറ്റ്. ഇത്രയും ഹാർഷായിട്ടുള്ള കണ്ടീഷനിൽ സുഖമായിട്ട് ത്രൈവ് ചെയ്യുന്ന സാധനമാണ് ഈ പറഞ്ഞ ഗട്ട് ബാക്ടീരിയ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ്, സോഡയ്ക്കകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അവരെ വൈപ്പ് ചെയ്യാമെന്നുണ്ടെങ്കിൽ യുവർ ഗട്ട് വുഡ് ഓൾറെഡി ബി സ്റ്റെറൈൽ. ഒരു ബാക്ടീരിയ ഇല്ലാത്ത ഒരു ഏരിയ ആയിട്ട് അത് മാറിയേനെ. പക്ഷേ അത് ക്ലിയർ ആയിട്ടും അങ്ങനെ അല്ല എന്നുള്ളത് നമുക്കറിയാം. മെനി ഗട്ട് ബാക്ടീരിയ ആക്ച്വലി പ്രൊഡ്യൂസ് CO2. ഈ പറയുന്ന വയറ്റിനകത്തുള്ള ഗട്ട് ബാക്ടീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ പറക്കിയിട്ടിരിക്കും പോലെ അല്ല. അതിനകത്ത് ദേ ജനറേറ്റ് ഗ്യാസസ്. അവർ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ കുറേ ഭാഗം കഴിക്കുന്നുണ്ട്, നമ്മൾ കുറേ ബാക്ടീരിയ കഴിക്കുന്നുണ്ട്, പ്രോബയോട്ടിക് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഴിക്കുന്ന യോഗട്ടിനകത്തായാലും, അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഏത് ഫുഡ്, ടോഫുവിനകത്താണെങ്കിലും, അല്ലെങ്കിൽ സോർക്രോട്ട് ആണെങ്കിലോ കമ്പൂച്ചയാണെങ്കിലോ, ഇതിനകത്തെല്ലാം ഉണ്ട്. ഇതെല്ലാം വയറ്റിനകത്തേക്ക് പോവാണ്. അവർ തന്നെ ഇഷ്ടംപോലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുക. ഗട്ട് മൈക്രോബ്സ് ഫെർമെൻറ്റ് ഫുഡ് ആൻഡ് പ്രൊഡ്യൂസ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, മെത്തൈൻ, ഹൈഡ്രജൻ. ഇതെല്ലാം വയറ്റിൽ കിടന്നുണ്ടാക്കുന്ന പാർട്ടികളാണ് ഇവർ. ദേ ലിവ് ഇൻ ആൻഡ് ജനറേറ്റ് ദീസ് ഗ്യാസസ്. അതിനകത്ത് താമസിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ ഗ്യാസുകളൊക്കെ ഉണ്ടാകുന്നത്. സോ ദ ഐഡിയ ദാറ്റ് ദേ കനോട്ട് വിത്ത്സ്റ്റാൻഡ് CO2 ഈസ് സിംപ്ലി റോങ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ചുറ്റും ഉണ്ടെങ്കിൽ ബാക്ടീരിയ ചത്തു എന്നുള്ളത് അപ്പോൾ തന്നെ നമുക്കറിയാം അത് കംപ്ലീറ്റ് ആയിട്ട് തെറ്റായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത്. ഇനി വേറെ കാര്യം മനസ്സിലാക്കണം. ഇത് ചാവണം എന്നുണ്ടെങ്കിൽ കുറേ നേരത്തേക്കുള്ള സസ്റ്റൈൻഡ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ വേണ്ടേ. കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ ചെന്ന് ഈ ബാക്ടീരിയ ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കണം. ബാക്ടീരിയ പ്രൊട്ടക്റ്റഡ് ഇൻ മ്യൂക്കസ് ലെയേഴ്സ് ആൻഡ് ബയോഫിലിംസ്. വയറ്റിനകത്ത് ഞാൻ പറഞ്ഞല്ലോ മ്യൂക്കസ് ലെയറുകളിലും ബയോഫിലിംസൊക്കെ ആയിട്ടാണ് ഈ ബാക്ടീരിയ ഇരിക്കുന്നത്. അപ്പോൾ ഒരു സോഡ കഴിക്കുന്നു, നേരെ വയറ് വഴി അത് പാസ് ചെയ്യുന്നു. ഈ ഗട്ട് ബാക്ടീരിയയായിട്ട് കുറച്ച് നേരം മാത്രമേ കോണ്ടാക്റ്റ് ഉള്ളൂ. എന്നിട്ട് നമ്മൾ ഗ്യാസ് പുറത്തേക്ക് വിടുന്നു, ബേപ്പ് ചെയ്യുന്നു, ഏമ്പൊക്കെ വിടുമ്പോൾ അത് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബ്ലഡിൽ അബ്സോർബ് ചെയ്തിട്ട് നമ്മൾ എക്സൈൽ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡായിട്ട് കളയുന്നു. പിന്നെ അതിനെവിടെയാണ് സമയം? ഇതുമായിട്ട് കൂട്ടിമുട്ടാനും അത് റിയാക്ട് ചെയ്യാനായിട്ടുള്ള സമയം വേണ്ടേ? അതിനുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം. ഈ പൊതുവേ കേൾക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ഇപ്പോൾ ഗട്ട് മൈക്രോബയോമിലാണല്ലോ പിടിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അശാസ്ത്രീയ ചികിത്സ നടത്തുന്ന സകല ടീംസും പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഗട്ട് ബാക്ടീരിയ. എന്താണ് അവർക്ക് ഇത്ര അതിനോടുള്ള സ്നേഹം എന്നുള്ളത് എനിക്ക് വലിയ പിടിയില്ല. പക്ഷേ ഇവർ തള്ളിവിടുന്ന ഒരു സാധനമാണ് ഈ ബാഡ് ബാക്ടീരിയ. അതൊരു ഓവർ സിംപ്ലിഫിക്കേഷനാണ്. ഒരു നല്ലത് അല്ലെങ്കിൽ ചീത്ത ബാക്ടീരിയ അങ്ങനെ ഒരു സാധനമൊന്നുമില്ല. ഇതൊരു ബാലൻസാണ്. ഒരേ സ്പീഷീസ് തന്നെ ചിലപ്പോൾ ബെനിഫിഷ്യൽ ആവാം, നമുക്ക് ഗുണകരമാവാം, അതുപോലെ തന്നെ ഹാംഫുൾ ആവാം. അത് ആ കോണ്ടെക്സ്റ്റ് പോലെ ഇരിക്കും. അങ്ങനെ എപ്പോഴും ചീത്തയായിട്ടുള്ള ബാക്ടീരിയ, എപ്പോഴും നല്ലതായിട്ടുള്ള ബാക്ടീരിയ അങ്ങനത്തെ അല്ലാത്തതുണ്ട്. ഗട്ട് ഹെൽത്ത് ഇസ് അബൌട്ട് ബാലൻസ്, ഡൈവേഴ്സിറ്റി. നല്ല ഒരു വൈഡ് റേഞ്ച് ഓഫ് പോപ്പുലേഷൻ നമുക്ക് വേണം, ആൻഡ് റേഷ്യോസ്, നോട്ട് എലിമിനേഷൻ. ബാഡ് ബാക്ടീരിയ മൊത്തം ആ എലിമിനേഷൻ ടെക്നിക്കേ ശരിയല്ല. അത് തന്നെ ഒരു അശാസ്ത്രീയമായിട്ടുള്ള രീതിയാണ്. സോ ട്രൈങ് ടു കിൽ ബാഡ് ബാക്ടീരിയ വിത്ത് സോഡ ഇസ് ബയോളജിക്കലി നൈവ്. അതായത് നടക്കാത്തൊരു കാര്യമാണ്. ചുമ്മാ ഒരു തള്ള് അത്രയേ ഉള്ളൂ ഇതിനകത്ത് എന്നുള്ളതാണ്. എന്താണ് ശരിക്കും ഗട്ട് ബയോമിനെ എഫക്റ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളാണ്. ഡയറ്റ്, കൺട്രോൾഡ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ്, ആൽക്കഹോൾ എടുത്തു കഴിഞ്ഞാൽ അത് ഡിസ്റപ്റ്റഡ് ആവും, അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ്, ഇതൊക്കെ മോശമാണെന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയാവുന്ന കാര്യമാണ്. ക്ലബ് സോഡ എന്ന് പറയുന്നത് ഒരു ആൻറ്റി മൈക്രോബിയൽ ആയിട്ടുള്ള സംഗതിയല്ല. ഇനി ഇതിനകത്ത് ഇടയ്ക്ക് സജീവ് എന്ന് പറഞ്ഞ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ അടുത്ത കാലത്ത് ഒരു ഡോക്ടർ പറയുന്നതായിട്ട് കോള, ഡയറ്റ് കോക്ക് നല്ലതാണെന്ന്. യെസ്, അത് പറഞ്ഞത് ഡോക്ടർ സിറിയക് ആബി ഫിലിപ്സാണ്. അത് കോക്ക് നല്ലതാണ്, കുടിച്ചോളൂ എന്നല്ല പറഞ്ഞത്. അത് ടേക്ക് ഇറ്റ് ഓർ ട്രാഷ് ഇറ്റ് എന്ന് പറഞ്ഞ ഒരു TV ചാനൽ നടത്തിയ ഒരു പ്രോഗ്രാമിനിടയിൽ നിങ്ങൾ വണ്ണം കുറയ്ക്കാൻ, ഇഫ് യു ആർ പ്ലാനിങ് ടു റിഡ്യൂസ് യുവർ വെയ്റ്റ്, ഡയറ്റ് കോക്ക് ഇസ് എ വെരി ഗുഡ് ഓപ്ഷൻ എന്നാണ് പറഞ്ഞത്. അതായത് ഡയറ്റ് കോക്ക്, കാലറി കുറഞ്ഞ സാധനം കഴിക്കുന്നതാണ് ആക്ച്വലി ഗട്ടിനും ലിവറിനും നല്ലത് എന്നാണ് ഡോക്ടർ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. ഇവർ വളരെ സയൻറ്റിഫിക് ആയിട്ട്, ഞാൻ കഴിഞ്ഞ തവണ വേർഡ് സാലഡിനെ പറ്റി പറഞ്ഞു, ഇവർ വേർഡ് സാലഡിൻ്റെ ആശാന്മാരാണ്. ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറേ ജേണലും ഇതിനകത്തൊക്കെ ഉള്ള കുറേ സയൻറ്റിഫിക് ടേംസ് മാത്രം പറക്കിയെടുത്തിട്ട് ഇങ്ങനെ നിരത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. സോഡ കുടിച്ചോ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ പോരെ, സോഡ നിങ്ങളുടെ മറ്റേ മോശപ്പെട്ട ഇതിനെ നശിപ്പിക്കും. പിന്നെ സോഡ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലികമായി ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നൊക്കെ ഉള്ളത് സത്യമാണ്. പലപ്പോഴും ചിലർക്ക് അങ്ങനെയുണ്ട്, എല്ലാ കണ്ടീഷനിലും അങ്ങനെയില്ല. ചില കണ്ടീഷനുള്ളവർക്ക് സോഡ കുടിച്ചു കഴിഞ്ഞാൽ പണിയാവും. ഗേർഡ് പോലെയുള്ള ആസിഡ് റിഫ്ലക്സ് ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ സോഡ കുടിച്ചു കഴിഞ്ഞാൽ പണി കിട്ടാനാണ് സാധ്യത. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ മാത്രമാണ്, അത് ബാഡ് ബാക്ടീരിയ പ്രശ്നമുള്ളവർക്കാണ് ഇത് കുടിച്ചു കഴിഞ്ഞാൽ റിലീഫ് കിട്ടുന്നതാണ്. അത് ഈ സോഡ പോയി ഇതിനെല്ലാം നശിപ്പിച്ചുകൊണ്ടോ കൊന്നുകൊണ്ടോ ഒന്നുമല്ല. ആക്ച്വലി വയറിങ്ങനെ എന്താ പറയണേ, ടെൻഷനിലിരിക്കുകയും ഗ്യാസ് എന്നിട്ട് ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുകയും അത് കഴിഞ്ഞ് അത് റിലീസ് ചെയ്യുമ്പോൾ തോന്നുന്ന ഒരു പ്ലസീബോ പോലത്തെ ഒരു എഫക്റ്റും
അതിനോടൊപ്പം പിന്നെ നമ്മുടെ കൾച്ചറലി നമ്മൾ ഇതൊരു വിട്ട് 2 ഏമ്പൊക്കെ വിട്ട് കഴിഞ്ഞാൽ മാറും എന്നുള്ള ഒരു വിശ്വാസമാണ് നമുക്കതൊരു ഫീൽ ഗുഡായിട്ട് തോന്നുന്നത്. അല്ലാതെ അത് ചെന്നിട്ട് ആൻറ്റി മൈക്രോബിയൽ പരിപാടി നടത്തി ബാഡ് ബാക്ടീരിയ എന്ന് എഴുതി വെച്ചിരുന്ന എല്ലാത്തിനെയും ആ ലേബലുള്ള എല്ലാവരെയും കൊന്നിട്ടല്ല. ഇത്രയാണ് ഇന്ന് പറയാനുള്ളത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാതെ വരെ ബൈ.